സുഹൃത്തുക്കളെ, നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല, ഒരു വർഷം മുമ്പാണ് നമ്മുടെ കേരളത്തിൽ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയത്. വീട്ടുകാരെല്ലാവരും ആ ഒരു അച്ഛനെ വിളിക്കുന്നത് ഗോപൻ സ്വാമി എന്നാണ്. എന്തോ ഭയങ്കര ശക്തിയുള്ള, മരിച്ചു കഴിഞ്ഞാൽ ശിവമായി മാറും, ശൈവമായി മാറും, ശിവന്റെ ശക്തി കിട്ടും, അതുപോലെ സന്യാസിയാണ്, നമുക്കൊന്നും എന്താ പറയുക ദർശിക്കാനും പറ്റുന്ന ഒരാളല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചില്ല എന്നൊക്കെ ഇനിയും അതിൻ്റെ റിപ്പോർട്ടുകൾ ഇതുവരും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ആ ഒരു മരണ റിപ്പോർട്ടിൽ മറ്റുമൊക്കെയുള്ള നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ള ഒരുപാട് BJP-ക്കാർ അതിൽ ഇടപെട്ടുകൊണ്ടാണോ അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരാത്തത് എന്നുള്ള വലിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയായാലും അദ്ദേഹം സ്വാഭാവികമായിട്ടും മരിച്ചു. എന്താ പറയുക, അറ്റാക്ക് വന്നിട്ടോ മറ്റൊക്കെ മരിച്ചു. അത് മരിച്ചു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട്, ഈ സന്യാസിമാരൊക്കെ ഇന്ത്യയിൽ പല രീതിയിൽ അടക്കം ചെയ്യില്ലേ, അങ്ങനത്തെ രീതിയിൽ അടക്കം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ വിഷയം. അങ്ങനെ അച്ഛൻ മരിച്ചു, മക്കൾ ആരും അറിയിക്കാതെ അടക്കം ചെയ്തു എന്ന് പറയുന്ന പരിപാടി അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറും മറ്റൊക്കെ എല്ലാവരും അറിയിക്കുന്നു, വലിയ പ്രശ്നമാവുന്നു. ഗോപൻ സ്വാമി കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് മാറുന്നു. അവസാനം ഗോപൻ സ്വാമിയെ കുഴിച്ചെടുക്കാൻ സമ്മതിക്കുന്നില്ല, ദൈവമാണെന്നൊക്കെ പറയുന്നു. കുഴിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു, പോസ്റ്റ്മോർട്ടം നടത്തുന്നു. സംഗതി ഇതൊന്നുമല്ല എൻ്റെ സുഹൃത്തുക്കളെ. കഴിഞ്ഞ 3 ദിവസമായി ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഈ ഒരു മകൻ്റെ, നമ്മുടെ കൊല്ലം കുളത്തൂപ്പുഴയിൽ ഒരു മകൻ്റെ അമ്മ മരിച്ചിട്ട് കഴിഞ്ഞ 3 ദിവസമായി. 3 ദിവസമായിട്ടും അമ്മ മരിച്ചത് ഒരാളെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 ദിവസമായിട്ട് അവൻ ആ മരിച്ച ബോഡിയെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലേക്ക് അവരുടെ ചെറുമക്കളാരോ വന്ന സമയത്താണ് അമ്മമ്മ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. നോക്കുമ്പോൾ അതിന് തൊട്ടടുത്ത് പൂജാദ്രവ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ പോലീസും മറ്റും ഇതൊക്കെ അറിഞ്ഞിട്ട് വരുന്ന സമയത്തും ഇവൻ ഗംഭീര പൂജ തന്നെയാണോ ഒന്ന് കണ്ടു നോക്കൂ. എന്തൊരു പൂജ ആലോചിച്ചു. സംഗതി 3 ദിവസമായിട്ട് അമ്മ മരിച്ചിട്ട് ഈ ഗോപൻ സ്വാമിയുടെ മക്കളെ പോലെ തന്നെ ഇവരും പുറത്തേക്കൊന്നും അറിയിച്ചിട്ടില്ല. 3 ദിവസമായിട്ടും അതിൻ്റെ ഉള്ളിൽ ഇവൻ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും കട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. ഏകദേശം അതിൻ്റെ ഒരുപക്ഷെ 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേന് ശരീരമൊക്കെ അഴുകി തുടങ്ങിയിരിക്കും, അതിൻ്റെ മണക്കമെല്ലാം പുറത്തു വന്നിരിക്കും. ഇതും സമാധിയാണോ എന്നുള്ളതാണ്. കാരണം ഒരു സമാധി തന്നെ കൊല്ലത്താണ് നടന്നത്, കൊല്ലത്ത് വീണ്ടും 2ാമത്തെ സമാധി എന്നുള്ളതാണ്. എന്താ ഇതിൻ്റെ താഴത്തെ കമന്റുകളൊക്കെ ചോദിക്കുന്നത് സമാധിയാക്കാനുള്ള ശ്രമമാണോ അല്ല സമാധിയാക്കിയതാണോ എന്നുള്ളതാണ്. കൊല്ലം കുളത്തൂപ്പുഴയിൽ മാതാവിന്റെ മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് മകൻ പൂജ ചെയ്തത് 3 ദിവസം. കുളത്തൂപ്പുഴ RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമയുടെ മൃതദേഹമാണ് മകൻ കൃഷ്ണസ്വാമി 3 ദിവസം മുറിയിൽ സൂക്ഷിച്ച് പൂജ ചെയ്തത്. കൃഷ്ണസ്വാമിയുടെ മകൾ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. കൃഷ്ണസ്വാമിയും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. എന്തായാലും സുഹൃത്തുക്കളെ, ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗംഭീരൊക്കെ വാർത്ത കേട്ടത് ആ ഒരു ഗോപൻ സ്വാമി വിഷയമായിരുന്നു. നമുക്ക് ചുമ്മാ വേണമെങ്കിൽ ഇപ്പോൾ എന്തായി ഗോപൻ സ്വാമി എന്ന് നമുക്ക് ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. കാരണം ഞാൻ അതിങ്ങനെ പറയുന്നത് ഈ ഗോപൻ സ്വാമിയുടെ എങ്ങനെയാണ് മരിച്ചത് എന്നതിനെ പറ്റി ലേറ്റസ്റ്റ് ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഏറ്റവും രസകരമായ കാര്യം, ഒരു 11 മാസം മുമ്പാണ് അവസാനമായിട്ടൊരു ഗോപൻ സ്വാമി വാർത്ത വന്നിരിക്കുന്നത്. അതല്ലാതെ ഈ അടുത്ത് 1 വർഷം മുമ്പ് ഈ അടുത്ത് ഗോപൻ സ്വാമിയെ കുറിച്ചിട്ട് ഒരു വാർത്ത പോലും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും സംശയം ഇത്ര മാത്രമാണ്, ഗോപൻ സ്വാമിയുടെ മരിച്ചതിന് ശേഷമാണോ അവർ സമാധിയായി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി മക്കളൊക്കെ കുഴിച്ചിട്ടത്, അതോ അതിന് ശേഷം? എന്തായാലും ഇതേപോലെ തന്നെ വീണ്ടും കൊല്ലത്ത് ഇങ്ങനെ സംഭവിക്കുന്നു. ഇതെന്തുവാടെ കൊല്ലത്ത് മാത്രം ഇങ്ങനെ ഓരോന്നൊക്കെ സംഭവിക്കുന്നേ അല്ലേ? ബൈ.